പൗരാണിക റമദാൻ അനുഭവങ്ങളിലേക്ക് ആഹ്ലാദകരമായ ഒരു യാത്ര. അതാണ് ജിദ്ദയിലെ പൗരാണിക നഗരമായ ബലദിൽ തുടരുന്ന മേള. പെരുന്നാൾ തലേന്ന് വരെ തുടരുന്ന ആ മേളയെക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. ഞങ്ങളുടെ റമദാൻ അന്നിങ്ങനെയായിരുന്നു. റമദാനുനാ ഖിദ. ഈ പേരിന്റെ അർത്ഥവും അത് തന്നെ. റമദാനിലെ രാത്രികളിൽ ജിദ്ദയിലെ പുരാതന പട്ടണമായ ബലദിൽ നടക്കുന്ന ആഘോഷങ്ങൾ പറയുന്നതും അത് തന്നെയാണ്. റമദാനുനാ ഖിദ. ഞങ്ങളുടെ റമദാൻ ദാ ഇങ്ങനെയായിരുന്നു. ഗതകാല സ്മരണകൾ ഇരമ്പുന്ന പൈതൃക തേരിലേറിയാണ് ജിദ്ദ നിവാസികളുടെ ഈ ആഘോഷം. ഇവിടുത്തെ പ്രവാസികൾക്കും റമദാൻ ആഘോഷം തന്നെ. വൈദ്യുത ദീപാലങ്കാരത്തിൽ കുളിച്ചു നിൽക്കുകയാണ് ബലദ്. സന്ദർശകരെ പരമ്പരാഗത ഹിജാസിയൻ സ്വാഗത ഗാനത്തോടെയാണ് അകത്തേക്ക് സ്വീകരിക്കുക. നൂറുകണക്കിന് സന്ദർശകരാണ് ദിവസവും ഇവിടെ എത്തുന്നത്. റമദാൻ 1-ന് ആരംഭിച്ച മേള പെരുന്നാളിന്റെ തലേന്ന് വരെ നീളും. പെരുന്നാൾ പിറ്റേന്ന് മുതൽ ഇത് പെരുന്നാൾ ആഘോഷമായി മാറും. ആഘോഷത്തിന്റെ പേര് ഈദുനാ ഖിദ എന്നാകും. അതെ, ഞങ്ങളുടെ പെരുന്നാൾ ഇങ്ങനെയാണ്. ശവ്വാൽ 2 മുതൽ 11 വരെയാണ് ഈദുനാ ഖിദ ആഘോഷങ്ങൾ. ജിദ്ദയുടെ സമ്പന്നമായ പുരാതന നാളുകളെ ഓർമ്മപ്പെടുത്തുന്ന ആഘോഷം രാത്രി 10 മുതൽ പുലർച്ചെ 2 വരെയാണ്. Nowadays, we are getting the young people and the youth so that they can see their history and their traditions and their how the life looks like in the old days. So normally this festival is arranged twice a year, once in January and the other one in the summer, like this time, between June and July. So the young people, they can understand the Hijazi tradition and the Jeddah tradition. ബലദിലെ പുരാതന കെട്ടിടങ്ങളെ അതിമനോഹരമായി അലങ്കരിച്ചാണ് റമദാൻ ഫെസ്റ്റിവൽ നടക്കുന്നത്. നാടൻ കലകളുടെ മേളമാണ് റമദാൻ ഫെസ്റ്റിവൽ എന്ന് പറയാം. അണിഞ്ഞൊരുങ്ങിയ കുരുന്നുകൾ അവതരിപ്പിക്കുന്ന നാടൻ ശീലുകൾ, അതിനനുസരിച്ചുള്ള കൈകുട്ടിപ്പാട്ട്, കരകൗശല വസ്തുക്കൾ വിറ്റു നടക്കുന്ന നാടോടികൾ, അങ്ങനെ കൗതുക കാഴ്ചകൾ ഏറെ. നോമ്പ് തുറക്കാനുള്ള സൂബിയ, ബേരി, ഷുർബ മുതൽ കാരക്കയും ഉക്കപ്പഴങ്ങളും ചേർത്തുള്ള വിവിധയിനം പലഹാരങ്ങൾ വരെ വിൽക്കുന്ന പ്രത്യേക കടകൾ വരെ ഇവിടെ സന്ദർശകരെ കാത്തിരിക്കുന്നു. പഴയകാല സൗദിയിലെ നോമ്പുതുറയുടെ അവിഭാജ്യ ഘടകമായിരുന്നു ബലീല എന്ന ഈ വിഭവം. കടല കൊണ്ടുണ്ടാക്കുന്ന ബലീലയുടെ ബസ്തകൾ തെരുവുകളിൽ അണിനിരന്നിട്ടുണ്ട്. സൂബിയയും ബലീലയും വിൽക്കുന്ന കച്ചവടക്കാരുടെ വിളിക്കും ഒരു താളമുണ്ട്. ഇഫ്താറിനും അത്താഴത്തിനും പരമ്പരാഗത അറബ് വിഭവങ്ങൾ ലഭ്യമാകുന്ന പ്രത്യേക ഭക്ഷണശാലകളും മേളയിലുണ്ട്. കരൾ വിഭവമായ നാടൻ കിബ്ദ പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയാണ് നൽകുന്നത്. കുടുംബസമേതം റമദാൻ രുചി നുകരാനെത്തുന്നവർക്കിടയിൽ ഇതിന് വൻ സ്വീകാര്യതയാണ്. റമദാനിലേക്കും പെരുന്നാളിലേക്കും വേണ്ട മുഴുവൻ വിഭവങ്ങളും ലഭ്യമാക്കുന്ന പഴയ ചന്തയുടെ പരിച്ഛേദം സൂഖ് സമാനിൽ കാണാം. പരമ്പരാഗത വസ്തുക്കളുടെയും ഭക്ഷണങ്ങളുടെയും പ്രദർശനം ജനക്കൂട്ടത്തെ ആകർഷിക്കുന്നു. പുരാതന വസ്ത്രങ്ങൾ, സംഗീത ഉപകരണങ്ങൾ, കളിക്കോപ്പുകൾ, വീട്ടുസാധനങ്ങൾ, ഭക്ഷ്യവിഭവങ്ങൾ, പാനീയങ്ങൾ തുടങ്ങി സൗദി പാരമ്പര്യ തനിമ വിളിച്ചോതുന്ന അതിമനോഹരമായ പ്രദർശനം. പരമ്പരാഗത ഹിജാസിയൻ വേഷമണിഞ്ഞാണ് പലരും മേളയ്ക്കെത്തുക. The Ramadan al-Khida festival includes all about the Hijaz traditions, the culture, the way they used to dress and everything about it. And it's a festival that will show you and
that will show you how Jeddah people used to live. And it will show you everything about Hijaz country, not only in Jeddah but in Medina and Mecca, all the Hijaz in one place. You will get to see them and explore it. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അത്താഴം മുട്ടുകാർ ജിദ്ദയിലും ഉണ്ടായിരുന്നു. അത്താഴം കഴിക്കാൻ ജനങ്ങളെ മുട്ടിവിളിക്കുന്ന ഇക്കൂട്ടർ സന്ദർശകർക്ക് കൗതുക കാഴ്ചയാണ്. പുതിയ തലമുറയ്ക്ക് പരിചയമില്ലാത്ത അനേകം പരസ്യങ്ങളുടെ കലവറയാണ് ബലദ് പൈതൃക നഗരി. റമദാൻ ഫെസ്റ്റിവൽ പുതിയ തലമുറയെയും പഴയ തലമുറയെയും സാംസ്കാരികമായി പരസ്പരം ബന്ധിപ്പിക്കുമെന്ന് ഉറപ്പ്. You will get to see old handcrafts, some buildings, museum that includes lots of things and informations about old Jeddah, and you will know more about the wall that was surrounding Jeddah, the houses, the Batarji house, even Nasif house. These are some of the famous houses in here. You will get the chance to go inside of them. പ്രത്യേകതരം ജനലുകളുള്ള ഈ കെട്ടിടങ്ങൾ വാസ്തുവിദ്യ വിളിച്ചറിയിക്കുന്നവയാണ്. ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധരാണ് ഇവ പണിതതെന്ന് പറയപ്പെടുന്നു. സൗദിയിലെ ആദ്യത്തെ അമേരിക്കൻ എംബസി അടക്കമുള്ളവ സ്ഥിതി ചെയ്തിരുന്നത് ഈ കെട്ടിടങ്ങളിലായിരുന്നു. ജിദ്ദയിലെ പ്രധാന കുടുംബങ്ങളുടെ 12 വീടുകളാണ് ഉണ്ടായിരുന്നത്. അവ ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഖലീഫ ഉമറിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്ന മസ്ജിദ് ഷാഫി പുനർനിർമ്മിച്ച് പ്രാർത്ഥനയ്ക്കായി തുറന്നു നൽകിയിട്ടുണ്ട്. 2 വർഷം മുമ്പ് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഈ പ്രദേശം ഇന്ന് സൗദിയിലെ പ്രധാന സന്ദർശന കേന്ദ്രം കൂടിയാണ്. ആയിരക്കണക്കിന് സന്ദർശകർ വിരുന്നെത്തിയ റമദാൻ ആഘോഷം പെരുന്നാൾ കഴിഞ്ഞാൽ കൂടുതൽ വർണ്ണാഭമായ കാഴ്ചകളിലേക്ക് മാറും. ജിദ്ദ, മക്ക, മദീന നഗരങ്ങൾ ഉൾപ്പെടുന്ന ഹിജാസിയൻ പാരമ്പര്യവും അവിടങ്ങളിലെ പഴയകാല പെരുന്നാൾ കാഴ്ചകളും പുതുതലമുറയ്ക്ക് അവഗണിക്കാനാവില്ല. വീക്കെൻഡ് അറേബ്യയിൽ ഒരു ഇടവേള കൂടി.